ഹലോ, നമ്മളിന്ന് ഗ്രാഫിൻ്റെ തന്നെ വേറെ കൺസെപ്റ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. പല വിധത്തിലുള്ള ഗ്രാഫുകൾ. ഫസ്റ്റ് വൺ ഫൈനൈറ്റ് ഗ്രാഫ്. ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിനെ നമ്മൾ ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ വേർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്താണ് ഇൻഫിനിറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും കളക്ഷൻ. അതായത് നമ്മളിപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ V = V1 V2 V3 V4 എന്നൊക്കെ എഴുതില്ലേ. ക്യാപിറ്റൽ ലെറ്റർ V = സെറ്റ് V1 V2 V3 എക്സെട്ര. ഓക്കെ, ഇങ്ങനെ വരുന്നതിന് നമ്മൾ സെറ്റ് കളക്ഷൻ, ഇതിനാണ് കളക്ഷൻ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത്. ഈ കളക്ഷൻ ഓഫ് വേർട്ടിസസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇൻഫിനിറ്റ് ഗ്രാഫ് എന്ന് പറയും. എഡ്ജസും വേർട്ടിസസിൻ്റെയും കളക്ഷൻ ഇൻഫിനിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കളക്ഷൻ ഇൻഫിനിറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് പറയാം, ഇൻഫിനിറ്റ് ആണെന്ന് പറയും. അതേപോലെ തന്നെ ഫൈനൈറ്റിൻ്റെ കേസും. ഓക്കെ, പക്ഷേ പല വിധത്തിൽ, അതായത് ജനറലായിട്ട് ഗ്രാഫുകളെല്ലാം എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിട്ടുള്ള ഗ്രാഫായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്. ആ ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് വേർട്ടിസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓർഡർ എന്ന് പറയുക. അതിനെ ഡിനോട്ട് ചെയ്യുക N(g), സ്മോൾ ലെറ്റർ N(g). അത് നമ്പർ ഓഫ് വേർട്ടിസസ് ഓഫ് G, അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുക. ഇനി സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദി ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസിനെയാണ് സൈസ് എന്ന് പറയുക. ഡിനോട്ട് ചെയ്യുക M(g) ആണ്. ഓക്കെ, അപ്പോൾ ഓർഡറും സൈസും മാറിപ്പോയത്. ഓർഡർ പറഞ്ഞാൽ നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്, സൈസ് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഇനി നമ്മൾ ജനറലായിട്ട് V(g), E(g), N(g), M(g) എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അതിന് സിമ്പിളായിട്ട് ക്യാപിറ്റൽ ലെറ്റർ V, ക്യാപിറ്റൽ ലെറ്റർ E, സ്മോൾ ലെറ്റർ N, സ്മോൾ ലെറ്റർ V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ V എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വേർട്ടിസസ്, സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് വേർട്ടിസസ്. ക്യാപിറ്റൽ ലെറ്റർ E എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എഡ്ജസ്. സ്മോൾ ലെറ്റർ N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ. സ്മോൾ ലെറ്റർ M എന്ന് പറഞ്ഞാൽ സൈസ്. ഓക്കെ, N എന്ന് പറഞ്ഞാൽ ഓർഡർ, M എന്ന് പറഞ്ഞാൽ സൈസ്. ദെൻ ഒരു ഗ്രാഫ് ലാബിൾഡ് ആണെന്ന് പറയണമെങ്കിൽ അതിനൊരു N വേർട്ടിസസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് നമ്മൾ V1 V2 എക്സെട്ര Vn, അതിന് വേർട്ടിസസിനെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കണം, അതായത് ലാബിൽ ചെയ്തിരിക്കണം, ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കണം. അത് ഒരു വേർട്ടിസസ് V1 ആണെങ്കിൽ മറ്റേ വേർട്ടിസസ് V2 ആണ്. മറ്റേ V1ഉം V2 നമ്മൾ അടയാളപ്പെടുത്തി അടുത്തത് V3 ആയിരിക്കണം. അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ലാബിൾഡ് എന്ന് പറയും. അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അൺലാബിൾഡ് എന്ന് പറയും. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കുക, ലാബിൾഡ് ആയിട്ടുള്ള ഗ്രാഫും കൊടുത്തിട്ടുണ്ട്, അൺലാബിൾഡ് ആയിട്ടുള്ള ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഈ ലാബിൾഡ് ഗ്രാഫ് V1 V2 V3 V4 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അൺലാബിൾഡിൽ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല, ഗ്രാഫിൻ്റെ പേര് മാത്രം കൊടുത്തു. അതായത് വേർട്ടിസസിന് പേര് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ലാബിൾഡ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, എഡ്ജസിൻ്റെ അവിടെ പേര് കൊടുക്കണത് നമ്മൾ നിർബന്ധമില്ല, പക്ഷേ വേർട്ടിസസിന് പേര് കൊടുക്കുന്നതിനാണ് നമ്മൾ ലാബിൾഡ് ഗ്രാഫ് എന്ന് പറയും. ഇനി ലാബിൾഡ് ആൻഡ് അൺലാബിൾഡ് സിമ്പിൾ ഗ്രാഫ്സ് ഓൺ 3 വേർട്ടിസസ്. 3 വേർട്ടിസസ് വരുന്ന സിമ്പിൾ ഗ്രാഫാണ് പറയുന്നത്. V1 V2 V3. ഫസ്റ്റത്തെ 3 ലാബിൾഡ് ആണ്, ലാസ്റ്റത്തെ ലാബിൾഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ ഗ്രാഫ്സ് ആൻഡ് ഐസോമോർഫിസം. ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ട് എന്താ, സിമ്പിളായിട്ട് ഐസോമോർഫിസം പറഞ്ഞാൽ GH എന്ന് പറഞ്ഞാൽ 2 ഗ്രാഫ് ഉണ്ട്. GH ഉണ്ടെങ്കിൽ ഇപ്പോൾ Gയിൽ V1ഉം V2 ആണ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. Hലും എന്തായിരിക്കണം, ആ V1ഉം V2ഉം തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം. പക്ഷേ ഒരേ ഭാഗം വേണ്ടെന്ന് നമ്മളിപ്പോൾ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മളിപ്പം ഇത് V1 V2 V3 V4, ഇത് E1 E2 E3 E4. ഓക്കെ, ഇത് G എന്ന് പറഞ്ഞ ഗ്രാഫാണ്. ഇനി നമ്മൾ ഇതേപോലെ ആ ഗ്രാഫ് വേണ്ട, നമുക്ക് വേറൊരു ഗ്രാഫ് നോക്കാം. അതായത് നമ്മൾ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇവിടെ A, E, D, C, B.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് എന്ന് വിചാരിക്കാം. ഇനി ഇത് ജി എന്ന് പറഞ്ഞ ഗ്രാഫാണ്. ഓക്കെ, ഇനി നമ്മൾ എച്ച് വരയ്ക്കുകയാണ്. എച്ച് വരയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ് നമ്മളുടെ എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് വരുന്നത്. ഓക്കെ, എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിനിപ്പോൾ നമ്മൾ പി എന്ന് കൊടുത്തു, ഇതിന് ക്യൂ എന്ന് കൊടുത്തു, ഇതിന് ആറ്, ഇത് എസ്, ഇത് ടി. അപ്പോൾ നിങ്ങൾ ഈ ജിയിൽ നോക്കുക, എയിൽ നിന്ന് ഇയിലേക്കും അതേപോലെ ഡിയിലേക്കും മാപ്പിംഗ് വരുന്നുണ്ട്. അപ്പം പിന്നെന്ത്, ബിയിലേക്ക് മാപ്പിംഗ് വരുന്നില്ല. അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ഏതാണുള്ളത്, പി ആണുള്ളത്. അപ്പോൾ എയും പിയും ഈക്വലാണ് അല്ലേ. അപ്പോൾ പിയിൽ നിന്ന് നോക്കുക, പിയിൽ നിന്ന് എസ്സിലേക്കും ടിയിലേക്കും മാപ്പ് വരുന്നുണ്ട്. ഇനി ക്യൂവിൽ നിന്ന് അതേപോലെ ബിയിൽ നിന്ന്, ജിയിൽ നിന്ന് ബി, ജി എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ ബി എന്ന് പറഞ്ഞ വെർട്ടിസസിൽ നിന്ന് ഡിയിലേക്കും സിയിലേക്കുമാണ് വരുന്നത്. അത് എയിൽ നിന്നും ഡിയിലേക്ക് വരുന്നുണ്ട്, ബിയിൽ നിന്നും ഡിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിയിൽ നിന്ന് എസ്സിലേക്ക് വരുന്നുണ്ട്, ക്യൂവിൽ നിന്നും എസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്, എയും ബിയും. എസിൻ്റെ സ്ഥലത്ത് ഇവിടെ എന്തുണ്ട്, ഡി എന്ന് വരുന്നുണ്ട്. സിയുടെ സ്ഥലത്ത് ടിയും അതേപോലെ സിയുടെ സ്ഥലത്ത് ഇവിടെ ആറും സിയുടെ സ്ഥലത്ത് ആറും പിന്നെ ഇയുടെ സ്ഥലത്ത് ടിയും ആണുള്ളത്. ഓക്കെ, അതുപോലെ പിയും ക്യൂവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ വേർട്ടിസസ് വരുന്നത്. അതായത് ഒരേ രണ്ട് വേർട്ടിസസ്, ഇപ്പം എയും ഇയും തമ്മിലുള്ള വേർട്ടിസസ് ഇവിടെ ഏതാ, പിയും ടിയും ആണ് അല്ലേ. എ ഇ എന്ന് പറഞ്ഞത് പി ടി എന്നാണ്. അതേപോലെ ബി സി എന്ന് പറഞ്ഞത് ക്യു ആർ ആണ്. അപ്പം നമ്മൾ ഇവിടെ ഏത് വേർട്ടിസസ് തമ്മിലാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എഡ്ജുകൾ ഉള്ളത്, അതേ എഡ്ജസ് തന്നെ ആയിരിക്കണം എച്ചിലും ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. എച്ച് എന്ന് പറഞ്ഞ ഗ്രാഫിൽ പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താവില്ല, എച്ച് ജിക്ക് ഐസോമോർഫിക് ആവില്ല. അപ്പോൾ ഒരേ വേർട്ടിസസ് ഒരേ എഡ്ജസ്, രണ്ട് വേർട്ടിസസ് തമ്മിൽ എഡ്ജസ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ജിയിലും ഒരേ എഡ്ജസ് ആയിരിക്കണം, അതേപോലെ എച്ചിലും അവ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിച്ചിട്ട് കുഴപ്പമില്ല, കാരണം ഡെമ്മി വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പം അതാണ് ഐസോമോർഫിക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ജി എന്താണോ അതിൻ്റെ സ്ട്രക്ചറൽ പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് സ്ട്രക്ചറൽ പ്രോപ്പർട്ടി മാറിയാലും എന്തുണ്ടാകാൻ പാടില്ല, നമ്മളുടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറാൻ പാടില്ല. സ്ട്രക്ചറിൽ ഡിഫറെൻ്റ് ഉണ്ടായാലും പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഐസോമോർഫിസം പറഞ്ഞത്. നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ ഓൾജിബ്രയിൽ ഐസോമോർഫിസം പറഞ്ഞാലും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഐസോമോർഫിക് ആണെന്ന് പറഞ്ഞാലും അതന്നെയല്ലേ. കാരണം സ്ട്രക്ചറിലായിട്ട് ആ ഗ്രൂപ്പിന് എന്ത് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, പക്ഷെ എന്താവില്ല, അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നോക്കാം. ഇഫ് ഗ്രാഫ് ജി ആൻഡ് എച്ച് ആർ സിമ്പിൾ, എ ബൈജക്ഷൻ ഫ്രം വി ഓഫ് ജി ടു വി ഓഫ് എച്ച്, അതായത് വേർട്ടിസസ് ജിയുടെ വേർട്ടിസസ് സെറ്റിൽ നിന്ന് എച്ചിൻ്റെ വേർട്ടിസസ് സെറ്റിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സച്ച് ദാറ്റ് യു ആൻഡ് ബി ആർ അഡ്ജസൻറ്റ് ഇൻ ജി. ഇനി യുവും ബിയും ജിയിലെ അഡ്ജസൻറ്റ് സെറ്റാണ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതായത് അടുത്തടുത്തുള്ളത്. യു ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ആണ്, അടുത്തുള്ള സെറ്റാണ് യുവും ബിയും എന്ന് വിചാരിക്കാം. ഇഫ് ആൻഡ് ഓൺലി ഫൈ ഓഫ് യു ആൻഡ് ഫൈ ഓഫ് വി ആർ അഡ്ജസൻറ്റ് ഇൻ എച്ച്. ഇത് ജിയിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. യുവും വിയും എന്താണ്, ജിയിൽ അഡ്ജസൻറ്റ് വേർട്ടിസസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജിയുടെ വേർട്ടിസസ് സെറ്റിൽ നിന്ന് എച്ചിൻ്റെ വേർട്ടിസസ് സെറ്റിലേക്കാണ്. പിന്നെ നമ്മളുടെ വി എന്ന് പറഞ്ഞ ഗ്രാഫ് എന്തായിരിക്കണം, ഫൈ ഓഫ് യു എന്ന് പറയുന്നത് ഫൈ ഓഫ് വിയിലേക്ക് മാപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ഫൈ ഓഫ് വിയിലേക്ക് മാപ്പ് ചെയ്തിരിക്കണം. ആർ അഡ്ജസൻറ്റ് ഇൻ എച്ച്, എച്ചിലും അഡ്ജസൻ്റ് ആയിരിക്കണം. ഇൻഡ്യൂസസ് എ ബൈജക്ഷൻ തീറ്റ ഫ്രം ഇ ഓഫ് ജി ടു ഇ ഓഫ് എച്ച്. ഇതേപോലെ ഒരു ബൈജക്ഷൻ തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എവിടുന്ന, ജിയിലെ എഡ്ജ് സെറ്റിൽ നിന്ന് എച്ചിൻ്റെ എഡ്ജ് സെറ്റിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്താ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഐ ജി ഓഫ് ഇ ഈക്വൽ ടു യു വി ആണെങ്കിൽ ഐ എച്ച് ഓഫ് തീറ്റ ഓഫ് ഇ എന്ന് പറഞ്ഞത് ഫൈ ഓഫ് യുവും ഫൈ ഓഫ് വി ആയിരിക്കണം. മനസ്സിലായി നിങ്ങൾക്ക്? വേർട്ടിസസ് ജിയിലുള്ള വേർട്ടിസസ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ചിൽ എന്തായിരിക്കണം, നമ്മുടെ അതേ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഒരു വേർട്ടിസസ് എച്ചിലുണ്ടായിരിക്കണം. അതേപോലെ എഡ്ജസ് ഏതാണോ ജിയിലുള്ളത് അതേപോലെ തന്നെ ബൈജക്റ്റീവ് ആയിട്ടുള്ള എഡ്ജസ് എച്ചിലും ഉണ്ടായിരിക്കണം.
അങ്ങനെയുള്ള സിമ്പിൾ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെ സിമ്പിൾ ഗ്രാഫ്സിൽ ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രാഫ് ജിയും എച്ചും എന്താണ്, ഐസോമോർഫിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബൈജക്ഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പം അപ്പം നിങ്ങൾ നോക്കാം, U2, U3, U8, U4 എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പിയും എച്ചും. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫിനെ നമ്മൾ പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറയും. ഈ ഒരു ഗ്രാഫിന് നമ്മൾ അപ്പം നമ്മൾ പി എന്ന് പറഞ്ഞത് പീറ്റേഴ്സൺ ഗ്രാഫാണ്. പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വേർട്ടിസസും 15 എഡ്ജസും വരുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക, പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറയും. അപ്പോൾ പി എന്ന് പറഞ്ഞത് പീറ്റേഴ്സൺ ഗ്രാഫാണ്. നിങ്ങൾ നോക്കാം, ഇതിൽ ഐസോമോർഫിക് ഗ്രാഫിൽ എഡ്ജസിൻ്റെ എണ്ണം ഈക്വൽ ആവണമെന്നോ അല്ലെങ്കിൽ വേർട്ടിസസിൻ്റെ എണ്ണം ഈക്വൽ ആവണമെന്നൊന്നും പറയില്ല. എന്തായാലും വേർട്ടിസസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും, പക്ഷേ എഡ്ജസിൻ്റെ എണ്ണം ഈക്വൽ ആവണം നിർബന്ധമില്ല. ആകെ എന്തേ ഉള്ളൂ, യു വി എന്ന് പറഞ്ഞത് ജിയിലെ എഡ്ജ് ആണെങ്കിൽ ഫൈ ഓഫ് യുവും ഫൈ ഓഫ് വിയും എച്ചിലെ എഡ്ജ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുക, U2ഉം U7ഉം തമ്മിൽ എഡ്ജസ് വരുന്നുണ്ട്. പിന്നെ U2ഉം U1ഉം U2ഉം U3ഉം തമ്മിലും എഡ്ജസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു വേർട്ടിസസ് നമ്മളിവിടെ കണ്ടെത്തണം. നമ്മളിപ്പോൾ U2 എന്ന് പറഞ്ഞത് V2വിൽ നിന്ന് നിങ്ങൾ നോക്കുക, V2വിൽ നിന്ന് V7ലേക്ക്, അതായത് U7ലേക്ക് മാപ്പ് ചെയ്ത പോലെ V7ലേക്ക് ഒരു മാപ്പിംഗ് വരുന്നുണ്ട്. അതേപോലെ V2വിൽ നിന്ന് V3ലേക്ക് മാപ്പിംഗ് വരുന്നുണ്ട്. V2വിൽ നിന്ന് V1ലേക്കും മാപ്പിംഗ് വരുന്നുണ്ട്. ഇനി U1ൻ്റെ കേസ് നോക്കൂ, U1ൽ നിന്ന് U5ലേക്കും U1ൽ നിന്ന് U6ലേക്കും U1ൽ നിന്ന് U2ലേക്കും കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ V1 ആണ് ഇവിടെ വരുന്നത്. V1ൽ നിന്ന് V6ലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. V1ൽ നിന്ന് V5ലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. V1ൽ നിന്ന് V2ലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഉണ്ട് 3 എണ്ണം വരുന്നത്. അങ്ങനെ ഇതിലെ ഏത് വേർട്ടിസസ് എടുത്ത് ചെക്ക് ചെയ്താലും ഈ ജിയിലുള്ള, അതായത് PIയിലുള്ള ഏത് വേർട്ടിസസ് തമ്മിലാണോ കണക്ഷൻ വരുന്നത്, അതായത് U4ഉം U9ഉം ആണെങ്കിൽ ഇവിടെ V4ഉം V9ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഏത് വേർട്ടിസസ് എടുത്ത് ചെക്ക് ചെയ്താലും ഇവിടെയുള്ള അതേ എഡ്ജസ് തന്നെയായിരിക്കും ഇവിടെയും വരിക. വേർട്ടിസസ് തമ്മിലുള്ള എഡ്ജസ് ഇവിടെ ഏത് വേർട്ടിസസ് തമ്മിലാണോ കണക്ഷൻ ഉള്ളത് അതേപോലെ ഇവിടെയും അതേ വേർട്ടിസസ് തമ്മിലാവും കണക്ഷൻ വരും. അതിന് നമ്മൾ ഐസോമോർഫിക് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, എ സിമ്പിൾ ഗ്രാഫ് G is said to be complete if every pair of distinct vertices of G are adjacent in G. അതായത് ഒരു സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ലൂപ്പും പാരലൽ എഡ്ജും ഇല്ലാത്തതിനെയാണ് നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സിമ്പിൾ ഗ്രാഫിന് നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ അതിലെ എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസും, ഗ്രാഫിലെ എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസും തമ്മിൽ എന്തായിരിക്കണം, അഡ്ജസൻ്റ് ആയിരിക്കണം. അതിപ്പോൾ നിങ്ങൾ ഇതിൽ K1 എന്ന് പറഞ്ഞത് ഒരൊറ്റ വേർട്ടിസസ് വരുന്നതിനാണ് K1 എന്ന് പറഞ്ഞത്. ആ K1ൽ എഡ്ജസ് ഇല്ല, ആകെ ഒറ്റ വേർട്ടിസസേ ഉള്ളൂ. അപ്പോൾ K1 എന്ന് പറഞ്ഞത് എന്താണ്, അതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്. ഇനി K2 എന്ന് പറയുന്നത് 2 വേർട്ടിസസേ ഉള്ളൂ. അപ്പോൾ ആ 2 എണ്ണം തമ്മിൽ എന്ത് വരുന്നുണ്ട്, കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, K3 പറഞ്ഞാൽ 3 എണ്ണം തമ്മിൽ, ആ 3 എണ്ണം അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇതെടുത്തു, ഈ ഒരു പോയിന്റിനോട് ഈ ഒരു വേർട്ടിസസും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ ഒരു വേർട്ടിസസ് നോക്കുമ്പോൾ ഇതും തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ ഇതും തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. ഇനി K4ൻ്റെ കേസ് എടുത്താലും അങ്ങനെ തന്നെ വരുന്നത്. ഇനി ഇപ്പം നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ല. കാരണം ഇതെന്ന് പറയുന്നത് ഈ ഒരു വേർട്ടിസസ് ഇതിനോടും കണക്ഷൻ വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു വേർട്ടിസസ് എടുക്കുമ്പോൾ ഇതിനോടും ഈ വേർട്ടിസസിനോടും മാത്രമേ കണക്ഷൻ വരുള്ളൂ. ഈ വേർട്ടിസസിനോട് കണക്ഷൻ വരുന്നില്ല. അതേപോലെ ഇതെടുക്കുമ്പോഴും എന്തില്ല, ഇതിനോട് കണക്ഷൻ വരുന്നില്ല. സോ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ല. ഇനി K5ൻ്റെ കേസിലും അങ്ങനെ തന്നെ, K6 ആയാലും ഇങ്ങനെ തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് ജീനെ നമ്മൾ കംപ്ലീറ്റ് എന്ന് പറയണമെങ്കിൽ ഏത് വേർട്ടിസസ് തമ്മിൽ, അതായത് എല്ലാ വേർട്ടിസസും തമ്മിലും എന്ത് വേണം, അവ തമ്മിൽ കണക്ഷൻ വേണം. അതായത് എഡ്ജസ് ഫോം ചെയ്യണം, അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാം, കംപ്ലീറ്റ് ഗ്രാഫ്. ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യുക KN എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടിസസ് എത്ര എണ്ണാണോ അതിനാണ് KN എന്ന് പറഞ്ഞത്. Any two complete graphs each on set of n vertices are isomorphic. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്തായിരിക്കും, ഐസോമോർഫിക് ആയിരിക്കും.
ഓക്കെ, K5 ഇപ്പം നമ്മൾ എങ്ങനെ വെച്ചാലും എല്ലാ വേർട്ടീസസും തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് എന്തായിരിക്കും, അതൊരു കംപ്ലീറ്റ് ഗ്രാഫ്, അതൊരു ഐസോമോർഫിക് ഗ്രാഫ് ആയിരിക്കും. എല്ലാ കംപ്ലീറ്റ് ഗ്രാഫും ഐസോമോർഫിക് ആണ്. ഇനി അടുത്തത് ടോട്ടലി ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ഓൺ 5 വെർട്ടിസസ്. എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ക്യാൻ ഹാവ്, ഒരു സിമ്പിൾ ഗ്രാഫിന് n വെർട്ടിസസ് ആണെന്ന് വിചാരിക്കാം. ഒരു സിമ്പിൾ ഗ്രാഫിന് n വെർട്ടിസസ് ആണെന്ന് നമ്മൾ വിചാരിക്കാം. അതിനങ്ങനെയാണെങ്കിൽ NC2 എഡ്ജസ് ഉണ്ടായിരിക്കും. n വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫിന് NC2 എഡ്ജസ് ഉണ്ടാവും. NC2 പറഞ്ഞാൽ n×n-1/2 എഡ്ജസ് ഉണ്ടാവും. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ഏത് ഗ്രാഫ് എടുത്താലും, നിങ്ങളിപ്പോൾ എങ്ങനെ ഗ്രാഫ് വരച്ചാലും NC2 എഡ്ജസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി Kn ഹാസ് ദി മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എമംഗ് ഓൾ സിമ്പിൾ ഗ്രാഫ്സ് വിത്ത് n വെർട്ടിസസ്. അതായത് Kn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കംപ്ലീറ്റ് ഗ്രാഫാണ്. ആ കംപ്ലീറ്റ് ഗ്രാഫിന് എന്താണ്, മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എമംഗ് ഓൾ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ്. n വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫിന്, അതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ അതിന് എത്ര എഡ്ജസ് ഉണ്ടാവും, എന്തായാലും n എഡ്ജസ് ഉണ്ടാവും. അതായത് ഒരു സിമ്പിൾ ഗ്രാഫ് n വെർട്ടിസസ് ഉള്ളതാണെങ്കിൽ അതിന് NC2, അതായത് n×n-1/2 എഡ്ജസ് ഉണ്ടാവും. ഒരു സിമ്പിൾ ഗ്രാഫ് കംപ്ലീറ്റ് ആണെങ്കിൽ, n വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് കംപ്ലീറ്റ് ആണെങ്കിൽ അതിന് എത്ര എഡ്ജസ് ഉണ്ടാവും, n എഡ്ജസ് ഉണ്ടാവും. ഓക്കെ, ഓൺ ദി അതർ എക്സ്ട്രീം എ ഗ്രാഫ് മേ പോസസ് നോ എഡ്ജ് അറ്റ് ഓൾ, സച്ച് എ ഗ്രാഫ് ഈസ് കോൾഡ് ടോട്ടലി ഡിസ്കണക്റ്റഡ്. ഇനി എഡ്ജസ് ഒന്നുമില്ലാത്ത ഗ്രാഫിന് നമ്മൾ എന്ത് പറയും, ടോട്ടലി ഡിസ്കണക്റ്റഡ് എന്ന് പറയും. അതായത് വെർട്ടിസസ് മാത്രമുള്ള ഗ്രാഫിന് നമ്മൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത്. Thus for a simple graph G with n vertices we have 0 less than or equal to m of G less than or equal to n×n-1/2. m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് ആയിരുന്നു. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജ്. അപ്പോൾ ഏതൊരു സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് എടുത്താലും ഈ ഒരു ഇക്വാലിറ്റി കണ്ടീഷൻ സോൾവ് ചെയ്യും. അതായത് 0 എന്തായാലും വലുതായിരിക്കും. എഡ്ജസിൻ്റെ എണ്ണത്തിനേക്കാളും വലുതായിരിക്കും എന്ത്, നമ്പർ ഓഫ് വേർട്ടിസസ്, എഡ്ജസ്. m of G എന്ന് പറഞ്ഞാൽ സൈസ് അല്ലേ, m of G പറഞ്ഞാൽ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് വെർട്ടിസസ് അല്ലേ, നമ്പർ ഓഫ് വെർട്ടിസസ്. നമ്പർ ഓഫ് വെർട്ടിസസ് ആണ് m of G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് പറയുന്നത് എന്തിനേക്കാളും ചെറുതായിരിക്കും, നമ്മളുടെ നമ്പർ ഓഫ് എഡ്ജസിനേക്കാളും ചെറുതായിരിക്കും. ഏത് സിമ്പിൾ ഗ്രാഫ് എടുത്താലും 0-നേക്കാളും വലുതാവും എന്ത്, നമ്പർ ഓഫ് വെർട്ടിസസ്. നമ്പർ ഓഫ് വെർട്ടിസസിനേക്കാളും വലുതാവും നമ്പർ ഓഫ് എഡ്ജസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. താങ്ക് യു.